അത്തം നക്ഷത്രക്കാരുടെ ഉള്ളിലുള്ള മൃഗം പോത്ത് അല്ലെങ്കിൽ എരുമയാണ്. പോത്തിൻ്റെയും എരുമയുടെയും എന്തെല്ലാം പ്രത്യേകതകളാണ് അത്തം നക്ഷത്രക്കാരെ സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. അത്തം നക്ഷത്രക്കാർ വളരെ അധ്വാനശീലരായിരിക്കും. കഠിനമായ ജോലികൾ ഇവർ ഏറ്റെടുക്കും. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പൂർത്തിയാക്കാൻ ഇവർ വളരെ സമർത്ഥരാണ്. പരിചരണത്തിലൂടെ സേവനത്തിലൂടെയും മറ്റുള്ളവരെ പോറ്റാൻ ഇവർക്കുള്ള മിടുക്ക് അസാധാരണമാണ്. ഇവർ അങ്ങേയറ്റം ക്ഷമയുള്ളവരാണ്. പക്ഷേ ദേഷ്യം വന്നാൽ പൊട്ടിത്തെറിച്ചെന്ന് വരും. ചന്ദ്രൻ്റെ സ്വാധീനമുള്ളതിനാൽ മൂഡ് മാറിക്കൊണ്ടിരിക്കും. കുടുംബമായി ജീവിക്കുവാനാണ് ഇവർക്കേറെ ഇഷ്ടം. ഒറ്റയായി ഇരിക്കാൻ ഇഷ്ടമല്ല. സമൂഹം വേണം. ഇവർ വാശി പിടിച്ചാൽ നിർബന്ധ ബുദ്ധി കൂടും. നിന്ന സ്ഥലത്ത് നിന്ന് ഇളകില്ല, ഉറച്ചു നിൽക്കും. മാനഹാനി വിട്ടുകളയില്ല. പഴയ കാര്യങ്ങൾ, വികാരങ്ങൾ എന്നിവ ചെളിയിൽ ഉറച്ചതുപോലെ മനസ്സിൽ കിടക്കും. ഇവർക്ക് ശാരീരികവും മാനസികവുമായ ബലം കൂടും. മറ്റുള്ളവരെ വിമർശിക്കും. മറക്കാനും മാപ്പ് കൊടുക്കാനും പ്രയാസമാണ്. ഇവർക്ക് നടുവേദന, കാൽവേദന, മാനസിക പിരിമുറുക്കം എന്നിവ സാധാരണമാണ്. മറ്റാരുടെയും സഹായമില്ലാതെ എല്ലാം ഞാൻ തന്നെ ചെയ്തോളാം എന്ന ഭാവമാണ് ഇവർക്ക്. ഹസ്തം എന്നാൽ കൈ എന്നാണ് അർത്ഥം. കൈകൊണ്ട് ചെയ്യുന്ന ജോലികൾ ഇവർക്ക് ഗുണം ചെയ്യും. ഇവർക്ക് ചില ഉപദേശങ്ങൾ നൽകാം. കൈത്തൊഴിൽ പഠിക്കുക, വിമർശനം കുറയ്ക്കുക. തനിക്കുണ്ടാകുന്ന വൈകാരിക പിരിമുറുക്കങ്ങൾ മറ്റുള്ളവർക്കും ഉണ്ടാകുമെന്ന് ഓർക്കുക. മറ്റുള്ളവരെ പരിഹസിക്കാതിരിക്കുക. പെർഫെക്ഷന് വേണ്ടി അധികം കഠിനാധ്വാനം ചെയ്യാതിരിക്കുക. ഒരു ടീം വർക്കിൻ്റെ ഭാഗമായിരുന്നാൽ നല്ലത്. വാശി ഉപേക്ഷിക്കുക. കഴിഞ്ഞ സംഭവങ്ങൾ മറക്കാൻ ശ്രമിക്കുക. മാപ്പ് കൊടുക്കുക. വിശ്രമത്തിനും സന്തോഷത്തിനും സമയം കണ്ടെത്തുക. തിങ്കളാഴ്ച ചന്ദ്രൻ്റെ മന്ത്രം 9 പ്രാവശ്യം ജപിക്കുക. ദധി ശംഖ തുഷാരാഭം ക്ഷീരോദാർണവ സംഭവം നമാമി ശശിനം സോമം ശംഭോർമകുടഭൂഷണം. ഈ പറഞ്ഞത് മൃഗസാമ്യം മാത്രമാണ്. ശരിയായ സ്വഭാവ നിരൂപണത്തിന് ജാതക വിശകലനം ആവശ്യമായി വരും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത്തം നാളുകാരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. നന്ദി, നമസ്കാരം.